കെട്ടിക്കിടക്കുകയും കാലക്രമേണ അത് ഞരമ്പ് ചുരുളുന്ന ഒരവസ്ഥയും ധാരാളം രക്തം ഇതുപോലെ ഒരേ സമയം അവിടെ തിരിച്ചെത്താനാകാതെ കുറച്ച് നേരം അവിടെ ഒരു ഡിലേ വരുന്നു. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും തിരിച്ച് എത്തേണ്ട ആ സമയത്ത് തിരിച്ച് ബ്ലഡ് എത്തുന്നില്ല. കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം കുറച്ച് അധികം ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്താലാണ് ആ പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യുകയുള്ളൂ. തിരിച്ച് രക്തചംക്രമണം ത്തിലെത്തി ആ ബ്ലഡ് ഹൃദയത്തിലെത്തുകയും ചെയ്യുകയുള്ളൂ. ആ ഒരു സമയത്ത് കുറച്ചൊരു ഡിലേ വരുന്ന ആ സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ആ പോഷണങ്ങൾ അവിടുത്തെ ലോക്കലിയുള്ള കോശങ്ങളിലേക്ക് ഈ രക്തത്തെ എത്തിച്ച് അവിടെയുള്ള കോശങ്ങളിലെ വേസ്റ്റ് മെറ്റീരിയൽ, അതായത് അവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ചായ അപചയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽ തിരിച്ച് ഈ രക്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് അത് വീണ്ടും നമ്മുടെ ഹൃദയത്തിലെത്തി വീണ്ടും അത് ശ്വാസകോശത്തിലൂടെയും അതുപോലെ നമ്മുടെ വൃക്കകളിലൂടെയൊക്കെ പോയി ആയിട്ട് വേണം വീണ്ടും നമുക്ക് ഇത് ശുദ്ധമായ രക്തമായിട്ട് കിട്ടാൻ. അപ്പോൾ ആ സമയത്ത് ഈ തിരിച്ചുള്ള ബ്ലഡ് ഫ്ലോ കുറച്ച് ഡിലേ വരുന്നത് കൊണ്ട് അവിടുത്തെ വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് കളരുന്നതും അതുപോലെ പുതിയ ബ്ലഡ് അവിടെ എത്തുന്നതിലും ഒരു ഡിലേ വരുന്ന ഒരു സംഭവമാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. ഒന്നാമത് ഞരമ്പ് ചുരുണ്ടിരിക്കും അവിടെ. ഒന്ന് കോസ്മെറ്റിക് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരു പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു തടിപ്പും അതുപോലെ നീരും ഒക്കെ കാണും. രണ്ടാമത് വരുന്നത് അവിടെ മസിലുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് മെറ്റീരിയൽ, അതായത് അവിടെ ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ചയാപചയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന മാലിന്യങ്ങൾ തിരിച്ച് എത്തുന്നതിലുള്ള കാലതാമസം, അതുപോലെ നമ്മുടെ തൊലിയുടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽ, ഇതെല്ലാം സമയാസമയം നീക്കപ്പെടുകയും അത് സമയാസമയം അവർക്ക് പോഷണം എത്താതെ വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അതിൽ ചിലത് കാലിലെ വ്രണങ്ങളായിരിക്കാം, ചിലപ്പോൾ കാലിലെ മസിലിന് കഴപ്പ് പോലെ വേദനയായിരിക്കാം, ചിലപ്പോൾ ഡ്രൈനെസ് പോലെ ആയിരിക്കാം, ചിലപ്പോൾ വിണ്ടുകീറൽ പോലെ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളാണ് കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ സ്വാഭാവികമായിട്ടുള്ള രക്തചംക്രമണത്തെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അതിനെ നോർമലി എങ്ങനെയാണോ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നത് അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാലക്രമേണയുള്ള ബുദ്ധിമുട്ടുകളുടെ ആ ഒരു ആക്കം കുറച്ച് നമുക്ക് ഒരു സൂത്തനിങ് ഇഫക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒന്നാമതായിട്ട് നമുക്ക് ഈ ബാക്ക് ഫ്ലോ തിരിച്ചു കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദിവസവും ഒരു 5-10 മിനിറ്റ് നമ്മൾ വൈദ്യനിർദ്ദേശപ്രകാരം ആ കണ്ടീഷൻ അവിടെ ചിലപ്പോൾ വ്രണങ്ങളായിരിക്കാം, ചിലപ്പോൾ നീരായിരിക്കാം, ചിലപ്പോൾ ഡ്രൈനെസ് ആയിരിക്കാം. അപ്പോൾ ഇതിനനുസരിച്ചുള്ള ഔഷധങ്ങൾ